ഹലോ ഫ്രണ്ട്സ്, ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വെണ്ടക്ക പറിച്ചിട്ട് വെണ്ടക്ക ഫ്രൈ ആക്കാമെന്ന് കരുതി. നല്ല മഴയായതുകൊണ്ട് തന്നെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് വരവ് കുറവാണ്. മത്സ്യങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് അപ്പം തന്നെ പോകാറാണ് പതിവ്. അപ്പോൾ കുറേ വെണ്ടക്കയുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ഇപ്പം മൂത്തിട്ടൊന്നുമില്ല, 2-3-4 ദിവസം മുന്നേ ഞാൻ പറിച്ചെടുത്തതാണ് ബാക്കി. ഇപ്പം നമുക്കപ്പോൾ കുറേണം ഒന്ന് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഞാൻ കത്തി വെച്ചിട്ടൊന്നുമല്ല പറിച്ചെടുക്കാറ്. ഇതുപോലെ ആ 2 വശം ഒന്ന് ഒടിച്ചെടുത്തിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് പതിവ്. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇത് തുമ്പച്ചെടിയാണ്. ഞാൻ ഈ തുമ്പ വിത്തൊന്നും ഇവിടെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ തുമ്പയുടെ വിത്ത് ശേഖരിച്ച് ഇതൊന്ന് വളർത്തിയെടുക്കുന്നതാണ്. എനിക്ക് മരുന്നാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വളർത്തിയെടുക്കുന്നതാണ്. ഇവിടെ കുറേ ഔഷധ സസ്യങ്ങൾ ഞാനങ്ങനെ ഇതുപോലെ വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കാം. ഒന്നും മൂത്തിട്ടില്ല. ആകെ 2-3-4 ദിവസമേ ആയുള്ളൂ ഞാൻ പറിക്കാതിരുന്നിട്ട്. അപ്പോൾ ഒന്നും മൂത്തിട്ടില്ല. അപ്പോൾ എല്ലാം ചള്ള് വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഇത്രയും വെണ്ടയ്ക്കയാണ് ഞാൻ ഇന്ന് പറിച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല നീളമുള്ള വെണ്ടയ്ക്കയാണ്. വണ്ണം അധികം വയ്ക്കില്ല, നല്ല നീളം ഉണ്ടാവും. ഒരു 3-4 കഷ്ണം നമുക്ക് സാമ്പാറിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആക്കും. കണ്ടില്ലേ, ഇതുപോലെ ഒടിച്ചാൽ പൊട്ടി വരണം. ഇതാണ് ചള്ള് പാകം എന്ന് പറയുക നമ്മൾ വെണ്ടയ്ക്കയുടെ. ഒന്ന് ഒടിക്കുമ്പോൾ ഒന്ന് ഒടിഞ്ഞിട്ടാണ് കിടക്കണതെങ്കിൽ, അതായത് പൊട്ടാതെയാണ് കിടക്കണതെങ്കിൽ അത് കുറച്ച് മൂത്തിട്ടുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ച് തീർക്കണം. അപ്പം ഞാനിത് ഫ്രൈ ആക്കാനുള്ളത് നീളം ഉള്ള വെണ്ടയ്ക്ക എടുക്കണില്ല. അത് 2-3-4 ചുട്ടെടുക്കാൻ മാത്രമേ എടുക്കണുള്ളൂ. അത് ചുട്ടെടുത്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മകനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അടി തന്നെ കൂടും. ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അവനായിരിക്കും അധികം കഴിക്കുക. അപ്പോൾ ഇത് ഒരു 4 ഞാൻ ചുട്ടെടുക്കുന്നുള്ളൂ, ബാക്കി ഫ്രൈ ആക്കുകയാണ്. നമ്മൾ മീൻ ഫ്രൈ ആക്കണത് പോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ മീൻ ഫ്രൈ കഴിക്കണത് അതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ ഞാനിതൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയും 1/4 ടീസ്പൂണ് കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് എണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊരു ലൂസാക്കിയിട്ട് വേണം നമ്മൾക്കിത് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. ഇനി ഇതിലേക്ക് ഈ വെണ്ടക്കയുടെ ഈ തലഭാഗത്തു നിന്ന് കത്തിയെടുത്തിട്ട് ഒരു കീറിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അകത്തിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എല്ലാം നമുക്ക് ഇതുപോലെ ചീവിയെടുക്കാം. അപ്പോഴാണ് നമ്മുടെ വെണ്ട ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 4 തനി എടുത്ത് വയ്ക്കുകയാണ്. നമ്മൾക്ക് മസാല തയ്യാറാക്കിയത് ഇതിനകത്തേക്ക് പിടിപ്പിച്ച് കൊടുക്കണം. വെണ്ടക്ക കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെയേറെ വർദ്ധിക്കും. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും വെണ്ടക്ക കഴിക്കാവുന്നതാണ്. പിന്നെ പ്രമേഹ നിയന്ത്രിക്കാനൊക്കെ വളരെ നല്ലതാണിത്. കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ ഗുണകരമാണ്. കാരണം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഈ വെണ്ടക്ക വളരെയേറെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ എയും പിന്നെ സി, ബീറ്റ കരോട്ടിനൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അധികം ചിലവൊന്നുമില്ലാതെ ചെയ്തെടുക്കാവുന്ന ഒരു കൃഷിയാണ് വെണ്ടയ്ക്ക. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കായ്ഫലം ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് എണ്ണ തടവിയിട്ട് ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് 2 വശം നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ, മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കടലമാവ് ഇല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ വീട്ടിൽ കടലമാവൊന്നും കൊണ്ടുവച്ചത് കഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ടില്ല എങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താലും മതി. അപ്പോൾ 2 വശവും നമ്മൾക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതൊന്ന്
വേവിച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ്. ഇപ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണോ മതി നമുക്ക് ചോറ് കഴിക്കാൻ. വേറെ കറിയുടെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും മാത്രമേ ചേർക്കാറുള്ളൂ. ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ മാവ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. നല്ലപോലെ തേച്ച് പിടിപ്പിക്കും. ഒരു 2 മിനിറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾക്കിത് ചുട്ടെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിലേക്കൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പപ്പടക്കമ്പോ അല്ലെങ്കിൽ നമ്മൾ പപ്പടക്കമ്പ് ഇല്ല എങ്കിൽ ഈർക്കിൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്നിച്ച് ഇട്ട് ചുട്ടെടുക്കുകയാണ്. ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കാറുള്ളത്. ഗ്യാസ് അടുപ്പിലോ വിറകടുപ്പിലോ നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ കഴിയാറാകുമ്പോൾ 1-2 എണ്ണക്കല്ലേ നമ്മൾക്ക് ഡെയിലി കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ചുട്ടെടുക്കാറാണ്. കറി വയ്ക്കൽ കുറവാണ്. ഇങ്ങനെ ചുട്ടിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ആക്കിയിട്ടാണ് ഇവിടെ അധികം കഴിക്കാറുള്ളത്. സാമ്പാറിലൊക്കെ അങ്ങനെ ഞാൻ കുറവാണ് ഉപയോഗിക്കാറുള്ളത് വെണ്ടയ്ക്ക. അപ്പോൾ ഇതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും ചുട്ടെടുത്ത വെണ്ടയ്ക്കയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ അപ്പോൾ നല്ല ടേസ്റ്റാണ്. എത്ര കഴിക്കാത്തവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കാം. കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് വെണ്ടയ്ക്ക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.